നമസ്കാരം. ദാമ്പത്യത്തെ കൂടുതൽ സുന്ദരമാക്കുന്നതും സന്തോഷകരമായിട്ട് ദീർഘനാൾ നിലനിർത്തുന്നതും പങ്കാളികൾ തമ്മിലുള്ള ഒരു പ്രത്യേക ആകർഷണമാണ്. എല്ലാവരും യുണീക്ക് ആയതുകൊണ്ട് തന്നെ വ്യത്യസ്തമായ രീതിയിലാണ് അത് ഓരോരുത്തരും എക്സ്പീരിയൻസ് ചെയ്യുന്നത്. സന്തോഷകരമായിട്ടുള്ള ദമ്പതികളെ നമ്മൾ നോക്കുവാണെങ്കിൽ മനസ്സിലാക്കാൻ പറ്റും. അവർ തമ്മിൽ പോസിറ്റീവായിട്ടുള്ളൊരു കെമിസ്ട്രി വർക്കൗട്ട് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ ഇന്ന് പറയുന്നത് ചില പുരുഷ പങ്കാളികളോട് സ്ത്രീകൾക്ക് ആകർഷണം കുറയ്ക്കുന്ന 7 പ്രധാനപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചാണ്. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൂടുതലായിട്ട് കാണുന്നത് ഒരു ഘട്ടം കഴിഞ്ഞവരിലാണ്. ഒരുപക്ഷെ ദാമ്പത്യത്തിൻ്റെ ആദ്യ കാലങ്ങളിലൊക്കെ നല്ല ആകർഷണം ഉണ്ടായിരുന്നു. പക്ഷെ പിന്നീട് അത് കുറഞ്ഞ് ഒട്ടുമില്ലാതാകുന്നവരുണ്ട്. അപ്പം ഞാൻ ഈ പറയുന്ന 7 കാര്യങ്ങളും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. ഒന്നാമത്തെ കാര്യം, ശരീരത്തിൻ്റെ ആരോഗ്യത്തിൻ്റെ കാര്യത്തിൽ, വസ്ത്രധാരണത്തിനകത്ത്, അതുപോലെ ഹൈജീനകത്ത് ചില പുരുഷന്മാർ കാണിക്കുന്ന ഒരലസ മനോഭാവമുണ്ട്. ഒരു സ്ത്രീ പങ്കാളിയെ സംബന്ധിച്ച് അവരുടെ ആ പുരുഷനിൽ നിന്നും അവർ പ്രതീക്ഷിക്കുന്ന അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പേഴ്സണാലിറ്റി ഹാബിറ്റ് ഉണ്ട്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ അതുമായിട്ട് ഒട്ടും മാച്ച് ചെയ്യാത്ത ഒരു ഹാബിറ്റാണ് പങ്കാളിയിലുള്ളതെങ്കിൽ സ്വാഭാവികമായിട്ടും അവർക്ക് ആകർഷണം കുറയും. എന്ന് വെച്ചാൽ ഇപ്പോൾ ശരീരത്തിൻ്റെ ഭാരമൊക്കെ ഒരുപാട് കൂടുന്നു, ബെല്ലി ഫാറ്റൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നു. പക്ഷേ അതിനു വേണ്ടി അതല്ലെങ്കിൽ കുറയ്ക്കാനായിട്ട് പ്രത്യേകിച്ചൊന്നും ചെയ്യുന്നില്ല. അതിനകത്തൊക്കെ ഉള്ള ഒരു അലസ മനോഭാവം. അപ്പം ഞാൻ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെ സ്ത്രീ പങ്കാളിയുടെ പേഴ്സണാലിറ്റിയായിട്ടും ഒരു ബന്ധമുണ്ട്, അതുമായിട്ടും ബന്ധപ്പെട്ട് കിടക്കുവാണ്. അതുപോലെ വേഷത്തിൻ്റെ കാര്യത്തിലായാലും എന്തെങ്കിലുമൊക്കെ മതി, ആ തുടക്കത്തിൽ കാണിക്കുന്ന ആ ഒരു താല്പര്യമൊന്നുമില്ല, ആ ഒരു ആറ്റിറ്റ്യൂഡ്. ഇതിൻ്റെയൊക്കെ പിന്നിൽ സൈക്കോളജിക്കലായിട്ടുള്ള പല കാരണങ്ങളുമുണ്ട്. ആകർഷണം കുറയ്ക്കുന്ന രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ജോലി സംബന്ധമായിട്ട് അല്ലെങ്കിൽ ബിസിനസ് സംബന്ധമായിട്ട് പല ടെൻഷൻസും ഉള്ളവരുണ്ട്. അതൊക്കെ തന്നെ വീട്ടിൽ വന്ന് ഇൻഡയറക്റ്റായിട്ട് പങ്കാളിയോട് പ്രകടിപ്പിക്കുന്ന ചില ആൾക്കാരുണ്ട്. ഇങ്ങനെയുള്ളവരിൽ സ്ത്രീകൾക്ക് പൊതുവെ ഒരു താല്പര്യം കുറയുന്നതായിട്ട് കാണാൻ പറ്റും. അവരുടെ മനസ്സ് അസ്വസ്ഥമാണെങ്കിൽ അത് പങ്കാളിയിൽ പ്രകടിപ്പിക്കുന്നവർ എന്ന് വെച്ചാൽ പങ്കാളിയോട് അകാരണമായിട്ടുള്ള ദേഷ്യം കാണിക്കുക, ഇറിറ്റേഷൻ കാണിക്കുക, അതുപോലെ ജോലി സ്ഥലത്തുള്ള ആ ഒരു മൈൻഡ് സെറ്റ് വീട്ടിൽ വന്നാലും മാറ്റാതെ അതേപോലെ തന്നെ ആ ഒരു ഗൗരവത്തിലിരിക്കുക. എന്ന് വെച്ചാൽ ആ തൊഴിലുമായിട്ട് ബന്ധപ്പെട്ട ഒരു സീരിയസ്നെസ് ഉണ്ടല്ലോ, അതിൽ തന്നെ ഇങ്ങനെ മുഴുകിയിരിക്കുന്ന അവസ്ഥ. വീട്ടിൽ വരുമ്പം ആളൊരു പങ്കാളിയായിട്ട് മാറുന്നില്ല, ആ ഒരവസ്ഥ. ഇപ്പോൾ ഓരോ സ്ഥലത്തും ഓരോ റോളാണല്ലോ നമ്മൾ ചെയ്യുന്നത്. ഇപ്പോൾ ഓഫീസിൽ വരുമ്പം ഒരു റോള്, അല്ലെങ്കിൽ ബിസിനസ്സുമായിട്ട് ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ചെയ്യുമ്പം ഒരു വേഷം. പക്ഷേ വീട്ടിൽ വരുമ്പം മറ്റൊരു റോളാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ ആ വ്യക്തിയായിട്ട് മാറണം. അങ്ങനെ മാറാൻ കഴിയാത്ത ചില ആൾക്കാരുണ്ട്. അപ്പോൾ സ്ഥിരമായിട്ട് അങ്ങനെ വരുമ്പം സ്വാഭാവികമായിട്ടും ഒരാകർഷണം കുറവ് തോന്നിക്കും, ഒരു ബോറിങ് തോന്നിക്കും. മൂന്നാമത്തെ കാര്യം, പങ്കാളിയെ അനാവശ്യമായിട്ട് സംശയിക്കുന്നവരിൽ, പ്രത്യേകിച്ച് കാരണമൊന്നുമില്ലാതെ ഒരു സംശയം ഉണ്ടാകുക, ഒരു ഫ്രീഡം കിട്ടുന്നില്ല. എന്ന് വെച്ചാൽ അവർക്കൊട്ടും ഒരു സ്വാതന്ത്ര്യം കൊടുക്കാതെ ഒരു വിശ്വാസമില്ലാത്ത ആറ്റിറ്റ്യൂഡ്. സ്വാഭാവികമായിട്ട് ഒരു പേഴ്സണലായിട്ടുള്ള സ്വാതന്ത്ര്യം എല്ലാവരും ആഗ്രഹിക്കുന്നുണ്ട്, അതിവിടെ കിട്ടുന്നില്ല. മനഃപൂർവ്വം അവർ അതിനെ ബ്ലോക്ക് ചെയ്യുന്നു. എന്ന് വെച്ചാൽ അവരിൽ ഒട്ടും ഒരു വിശ്വാസമില്ലാത്ത അവസ്ഥ. ഈ ഒരവസ്ഥയ്ക്ക് കാരണം പുരുഷൻ്റെ ആത്മവിശ്വാസ കുറവാണെന്ന്, അല്ലെങ്കിൽ ആത്മവിശ്വാസ കുറവുള്ള പുരുഷനാണ് ഇങ്ങനെ പെരുമാറുന്നതെന്ന് സ്ത്രീ പെട്ടെന്ന് മനസ്സിലാക്കും. ഇങ്ങനെയുള്ളവരിലും അവർക്കൊരു ആകർഷണം കുറയാനുള്ള പോസിബിലിറ്റി ഉണ്ട്. ഇപ്പോൾ സ്ത്രീകളെ സംബന്ധിച്ച് അവർ പങ്കാളിയിൽ നിന്നും അടിസ്ഥാനപരമായിട്ടുള്ള ഒരു ആത്മവിശ്വാസം പ്രതീക്ഷിക്കുന്നുണ്ട് പല കാര്യത്തിലും. അപ്പം ഈ ഒരു കാര്യത്തിൽ അവർക്ക് ആ ഒരു ആത്മവിശ്വാസം ഇല്ല എങ്കിൽ അവർക്ക് സ്വാഭാവികമായിട്ടും ഒരതൃപ്തി തോന്നും. അതുപോലെ ആത്മവിശ്വാസം കുറയുമ്പം ഭയവും ടെൻഷനും കൂടും. പല കാര്യത്തിലും അവരത് പ്രകടിപ്പിക്കുകയും ചെയ്യും. അപ്പോൾ ഏത് കാര്യത്തിലും ഒരു ആത്മവിശ്വാസം പ്രകടിപ്പിക്കുന്ന പങ്കാളിയോട് സ്ത്രീകൾക്ക് പൊതുവേ ഒരു ആകർഷണം കൂടുതലായിരിക്കും. അപ്പോൾ അതിന് ഓപ്പോസിറ്റ് വരുമ്പോൾ സ്വാഭാവികമായിട്ടും അതിന് കുറവ് വരും. അഞ്ചാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ റൊമാൻസ് പ്രകടിപ്പിക്കേണ്ട സാഹചര്യത്തിൽ അല്ലെങ്കിൽ സ്നേഹം പ്രകടിപ്പിക്കേണ്ട സാഹചര്യത്തിൽ അത് പ്രകടിപ്പിക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഒരു ഘട്ടം കഴിയുമ്പോൾ അതിനോടുള്ളൊരു താല്പര്യം സ്വാഭാവികമായിട്ട് കുറയുന്നു. സ്വാഭാവികമായിട്ട് കുറയുന്നതല്ല, അങ്ങനെയുള്ളൊരു സാഹചര്യം ഉണ്ടാകുന്നു അവരുടെ ലൈഫിൽ.
ഒരുപക്ഷെ മറ്റ് പല ടെൻഷൻ കൊണ്ടായിരിക്കാം അങ്ങനെ സംഭവിക്കുന്നത്. എന്നാൽ പോലും സ്ത്രീ പങ്കാളി അത് ആഗ്രഹിക്കുന്നുണ്ട്. അതുപോലെ ലൗകികപരമായിട്ടുള്ള കാര്യത്തിലാണെങ്കിലും ഒരു താല്പര്യക്കുറവ്, അതിനുള്ളൊരു മൈൻഡ് സെറ്റ് ഉണ്ടാകുന്നില്ല. ഇത് ഏതെങ്കിലും 1, 2, 3 ദിവസത്തെ കാര്യമല്ല, സ്ഥിരമായിട്ട് അങ്ങനെയുള്ളവരെ സംബന്ധിച്ച്. അതുപോലെ ഫോർപ്ലേ സമയത്തൊക്കെ ഉള്ള ഒരു അലസ മനോഭാവം, ഒരു ഏകാഗ്രത കിട്ടുന്നില്ല, കുറച്ച് സമയമൊക്കെ എടുത്ത് ചെയ്യാനുള്ളൊരു മൈൻഡ് സെറ്റ് വരുന്നില്ല. ഇത് കണ്ടിന്യൂസ് ആയിട്ട് വന്നു കഴിയുമ്പോൾ പൊതുവേ സ്ത്രീ പങ്കാളിക്ക് ഒരു ആകർഷണം കുറവ് വരുന്നതായിട്ട് കാണാൻ പറ്റും. അതുപോലെ മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, സ്നേഹവും ആകർഷണവും രണ്ടും രണ്ടാണ്. സ്നേഹമുള്ളിടത്ത് എല്ലാം തന്നെ അതുപോലുള്ളൊരു ആകർഷണം ഉണ്ടാകണമെന്നില്ല. ഇപ്പം സഹതാപം കൊണ്ട് നമുക്കൊരാളോട് സ്നേഹം ഉണ്ടാവാം, പക്ഷേ അവിടെ ഒരു ആകർഷണം ഉണ്ടാകണമെന്നില്ല. എന്നാൽ ആകർഷണമുള്ളവരോട് കൂടുതൽ സ്നേഹം തോന്നാനുള്ളൊരു ടെൻഡൻസി കാണിക്കും. 6ാമത്തെ കാര്യം എന്തെന്ന് വെച്ചാൽ അമിതമായിട്ടുള്ള മദ്യപാനമാണ്. ഇത് സ്ത്രീ പങ്കാളിയിൽ പൊതുവെ ഒരു ആശങ്ക ജനിപ്പിക്കുകയും അല്ലെങ്കിൽ ഒരു ഉത്കണ്ഠ ഉണ്ടാക്കുകയും അവരോടുള്ള ആകർഷണം ഓട്ടോമാറ്റിക്കായിട്ട് കുറയുകയും ചെയ്യും. കാരണം അമിതമായിട്ടുള്ള മദ്യപാനം എപ്പോഴും നെഗറ്റീവായിട്ടുള്ളൊരു ഫീലിങ്സ് ആയിരിക്കും പങ്കാളിയിൽ ഉണ്ടാക്കി കൊടുക്കുന്നത്. അവർക്കൊരിക്കലും ഒരു ആത്മവിശ്വാസം കിട്ടത്തില്ല. ഇത് അമിതമാകുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു വിഷയം വരുന്നത്. എന്ന് വെച്ചാൽ ഒരു അഡിക്ഷൻ പോലെ. സന്തോഷിക്കണമെങ്കിൽ ഇതില്ലാതെ പറ്റത്തില്ല. ഇതില്ലെങ്കിൽ ആകപ്പാടെ മൂഡ് ഔട്ട് ആകുന്നു, വല്ലാതെ ബോറിങ് തോന്നുന്നു. ഈ ഒരു സാഹചര്യം വരുമ്പോൾ വീണ്ടും സന്തോഷം കാണിക്കുന്നു. അങ്ങനെയുള്ള ഒരു അവസ്ഥ. അതുപോലെ 7ാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ, അതൊരു പ്രായം കഴിയുന്ന പുരുഷന്മാരിലാണ് കൂടുതലായിട്ടും കാണുന്നത്. വല്ലാതെ ബോൾഡാകുന്നു, എപ്പോഴും സീരിയസ് ആയിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ്, ബോൾഡായിട്ടുള്ളൊരു ആറ്റിറ്റ്യൂഡ്, ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത, ഫിസിക്കലി മെൻ്റലി ഒട്ടും ഫ്ലെക്സിബിലിറ്റി ഇല്ലാത്ത ഒരു സ്വഭാവ രീതി. എല്ലാ കാര്യത്തിലും അമിതമായിട്ടുള്ളൊരു സീരിയസ്നെസ് കൊടുത്തിട്ട് വല്ലാതെ ബോൾഡായിട്ട് പെരുമാറുന്നു, ഇറിറ്റേറ്റഡ് ആയിട്ട് പെരുമാറുന്നു. അതുപോലെ ഒട്ടും ഹ്യൂമർ സെൻസ് ഇല്ലാത്ത ഒരു ആറ്റിറ്റ്യൂഡ്. അതുപോലെ മറ്റുള്ളവരുടെ മുമ്പിൽ വെച്ച് പങ്കാളിയെ വില കുറച്ച് കാണുന്ന രീതിയിൽ സംസാരിക്കുക, പരിഹസിക്കുന്ന രീതിയിൽ സംസാരിക്കുക. അതുപോലെ തന്നെ അവരുടെ അഭിപ്രായത്തിനൊന്നും മിക്കപ്പോഴും ഒരു വാല്യൂ കൊടുക്കാതിരിക്കുക. ഇങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ പങ്കാളിക്ക് ഓട്ടോമാറ്റിക്കായിട്ട് അവരോടുള്ളൊരു ആകർഷണം കുറയുന്നതായിട്ട് കാണാം. അപ്പോൾ ഇവിടെ പ്രധാനമായിട്ട് ഓർക്കേണ്ട ഒരു കാര്യം, ഞാൻ ആദ്യം പറഞ്ഞ പോലെ തന്നെ സ്ത്രീ പങ്കാളിയുടെ ഒരു പേഴ്സണാലിറ്റി ഉണ്ട്, അവരുടെ ഒരു ആറ്റിറ്റ്യൂഡുണ്ട് ഓരോ കാര്യത്തിലും. അതാണ് ഇതിനകത്ത് പ്രധാനമായിട്ടും വർക്കൗട്ട് ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇത് എക്സ്പീരിയൻസ് ചെയ്യുന്നതെന്ന്. എനിവേ, നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. അപ്പോൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, അയക്കാൻ പറ്റുന്നവർക്കൊന്ന് അയച്ചു കൊടുക്കണം. താങ്ക്സ് ഫോർ വാച്ചിങ്. സീ നെക്സ്റ്റ് ടൈം. ബൈ.